ഇത് കർമ്മ പരമ്പരയുടെ സ്നേഹരഹിതമായ കഥയാണ്. അസ്തമയത്തിന്റെ താഴ്വരയിൽ നിന്നും പിതൃക്കളുടെ ചാവറകളിലേക്ക് ഇറങ്ങുന്ന വേരുകളുടെ ഗദ്ഗതങ്ങളാണ്. ടീം നടനം അവതരിപ്പിക്കുന്ന മൂന്നാമത് നാടകം ചാവറ. അരങ്ങിലും അണിയറയിലും പാമ്പുരാജനായി എത്തുന്നു മണികണ്ഠൻ മുല്ലക്കൽ, കേശവൻ നായർ, കണ്ണൻ പുത്തൻപുര, നാഗരാജൻ, അസീസ് പാമ്പാടി, സൂരി നമ്പൂതിരിപ്പാട്, മധു തെക്കേതിൽ, വേലൂട്ടി ജയൻ താഴത്തേതിൽ, ശങ്കരൻ, ജയറാം കുന്നുംപുറം, ചെല്ലക്കാരൻ രാമകൃഷ്ണൻ കണിയാർക്കോട്, ബംഗാളി അഞ്ചാമി, രാജേഷ് പുത്തൻപുര, ഗുണ്ട കൃഷ്ണകുമാർ മലേശമംഗലം, ദേവു അനുപമ സുരേഷ്, കാർത്തു ബീന മനോജ് തിരുവില്വാമല. ബാലതാരങ്ങൾ അദ്വൈത് ശങ്കർ, ദിയ ജയൻ, അമേയ രാംദാസ്. ശബ്ദ സാന്നിധ്യം ആലിയ സിനേഷ്, രഘുനന്ദനൻ. പശ്ചാത്തല സംഗീതം പ്രേംകുമാർ സപ്തസ്വര പാമ്പാടി. നിർവഹണം സിനേഷ് തെക്കേതിൽ. മേക്കപ്പ് വേണു പി നായർ. പ്രത്യേക നന്ദി ഗ്രാമീണ വായനശാല തിരുവില്വാമല. നാടകം കലാസാംസ്കാരിക വേദി. രചന സംവിധാനം സുരേഷ് ബാബു തിരുവില്വാമല. മലയാള അർത്ഥം കൂടി വേലുമാവൻ അങ്ങോട്ട് പറഞ്ഞു കൊടുക്ക്. ഒന്ന് കേട്ടോടാ വേലു. പന്നികളുടെ വഴിതടയിൽ സമര. പിന്നെ പട്ടികളെ കുറിച്ച് പറയണ്ടല്ലോ. ഒന്നിന്റെ കൂടെ 10 ഉണ്ടാവും. അങ്ങനെ ഒരു 10 കൂടെ ഒന്ന് ആലോചിച്ചോക്കെ. ഇപ്പൊ പുതിയ വോട്ടർ പട്ടിക പോലെയാണേ. 8 വട്ടത്തിൽ ഒരു 100. ചെയ്യാം. അത് ശരി. അതെ വേലുട്ടിയെ, നമ്മളിപ്പോ ഇന്ന് കുത്തിയ കിണറില് നാളെ ഒന്നും കൂടെ കുത്തിയാലും നാളത്തോട് വെള്ളം കിട്ടുന്നൊന്നും തോന്നുന്നില്ല. എന്താന്ന് പറഞ്ഞാൽ മണ്ണിന് ചെറിയ നനവൊക്കെ ഉണ്ടെങ്കിലും ലേശം
ബുദ്ധിമുട്ടാണ് അത് കുഴിച്ചടിയിലെത്താൻ. അപ്പൊ നാളെ കുറ്റരും വലിയ പ്രതീക്ഷയൊന്നും ഇല്ല ചങ്കരേട്ടാ. നിങ്ങൾ ഇങ്ങോട്ട് നോക്കിന്റെ കൈ അങ്ങനെ അങ്ങോട്ട് പൊട്ടിയിട്ട് നാളെ ഞാൻ താഴെ ഇറങ്ങില്ലാത്തത്, ഞാൻ മുകളിൽ നിൽക്കാം. താഴെ വേറെ ആരെങ്കിലൊക്കെ ഇറങ്ങട്ടെ. അത് ഞാൻ എന്തേലും ചെയ്യാടാ, നാളത്തെ കാര്യല്ലേ, നമുക്കപ്പോൾ നാളെ നോക്കാം. പിന്നെ നമ്മളിതുവരെ കുഴിച്ച കിണറുകളിലൊന്നും വെള്ളം കിട്ടാതിരുന്നിട്ടില്ല. നമ്മുടെയൊക്കെ അപ്പനപ്പൂപ്പന്മാർ ചെയ്തിട്ടുള്ള പുണ്യം, അല്ലാതെ എന്താ. എന്നാ ശരി ശങ്കരേട്ടാ, ഞാൻ നടക്കുന്നു. ശരിടാ. ശരിട്ടോ മോളെ, വാ നമുക്ക് കഞ്ഞി കുടിച്ച് കിടക്കാൻ നോക്കാം. നേരം ഒരുപാടായില്ലടാ. വാ പോവാം. എടേ ഈ തെരഞ്ഞ വെച്ചേ അതാ ഒരു മലയാളി കൊച്ച് കുട്ടിയുണ്ട്. 37 വയസ്സ്. എനിക്ക് പെണ്ണില്ല. പ്രേമിച്ചൂടെ ചേട്ടാ? നല്ല കഥ പ്രേമിക്കാന്. മേരാ ഫോൺ തുമാരാ ഫോൺ ആ ഫോൺ ഞങ്ങായി എന്താ മേരാ ഫോൺ തുമാരാ ഫോൺ. ഇതിന് പെണ്ണിനെ ഇവരൊക്കെ സർക്കാർ ജോലി വേണം ഭായി, സർക്കാർ ജോലി വേണം. ഇന്ന് ഒന്നുണ്ട് നിന്നെ പോലൊക്കെ നമ്മള് ഇങ്ങനെ വെച്ചിട്ട് എന്റെ നാട്ടിലൊക്കെ പോയി ബംഗാളിൽ പോയിട്ടേ ഹിന്ദിയിൽ കുറച്ച് പോട്ടിട്ട് അങ്ങനെ ഒരു വരവ് വരേണ്ടി വരും. അപ്പൊ പണ്ട് ഇപ്പൊ നീ അത് പിടി കുടിച്ചോ. എന്താ ചെക്കന്റെ വേഷം ഇപ്പൊ കണ്ടു കഴിഞ്ഞാ അവൻ ഈ നാട്ടുകാരന്, ഞാൻ ബംഗാളി. അയ്യോ അന്ന് പാത്താച്ചു വാ 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 വാ.
എന്തിലോ തട്ടി. നീ ആ കയറുകൾ ഇട്ട ഞാൻ ഒരു കയറി വരാം. എനിക്ക് 2 പെൺകുട്ടികളെ നടന്നിട്ടും നീ അതിനെന്താണ്? ഇത് ഞാൻ ആരോടും പറയാതിരിക്കണല്ലോ. എന്നാ നിന്നെ ചാതകോപ്പ കഴിക്കും പന്നി. ആർക്കുമില്ലാണ്ട് കളയ കുരിപ്പ. എന്നാലേ നിങ്ങൾ എന്നെ കിണറ്റിലിറങ്ങിയ മതി, ഞാൻ ഇട്ടോച്ച ചേരാം. നക്ഷത്രങ്ങളെ, ആകാശമേ, ശ്വാസമേ, സ്വാതന്ത്ര്യത്തിന്റെ തെളിച്ചമേ. സംഗ്രഹോ അതാ വാർത്തനം പറയൂ. പേടിച്ചോ? പേടിക്കണ്ട, ആക്രമിക്കില്ല. അടിയും ഇടിയും ചവിട്ടിത്താഴ്ത്തലുകളും അനുഭവിക്കാൻ വിധിക്കപ്പെട്ട ജന്മങ്ങളാണ്. മണ്ണിനു മുകളിലായാലും പാതാളത്തിലായാലും ഉരക ജീവിതം ജീവിക്കാൻ വിധിക്കപ്പെട്ടവൻ. ഞാൻ 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 പക്ഷേ രാജാവാണ്, നാഗരാജാവ്. സംഗ്രഹോ
നിങ്ങളെ വർത്താനം കേട്ടിട്ടോ ഈ പാതിരാക്കി ഞാൻ ചാവാൻ വന്നത്. ഇത് ഇത് വിധിയല്ല കേട്ടോ, ഇത് ഞമ്മടെ വിധിയാണ്. വേലുട്ടി, നീ പേടിക്കണ്ട, ഒന്നുമില്ല, അത് നമ്മൾ ഒന്നും ചെയ്യില്ല. വേലുട്ടി, സംഗ്രട്ടോ സംഗ്രട്ടോ എന്താ എന്താ നിന്റെ പേര്? വേലുക്കുട്ടി സിയ, ചോരാത്ത വീട് പട്ടിപ്പറപ്പ് പോസ്റ്റ്. എന്റെ പോടി അങ്ങനെ എത്തിച്ചാ മതി. എനിക്കും ഉണ്ടായിരുന്നു കൂട്ടുകാർ. വേലു, രാമൻ, പിന്നെ പിന്നെ എന്റെ മുത്തു. അതിന് നിങ്ങള് മനുഷ്യനാ. എന്നും കേൾക്കുന്ന ചോദ്യം ഇപ്പോഴും ചോദിക്കുന്നു എന്നോട്. നീ മനുഷ്യനാ? നീ മനുഷ്യനാ? ഞാൻ മനുഷ്യനാ? നീ പറ, നീ പറ. മനുഷ്യനെന്നാൽ നിന്റെ ഈ രൂപം വച്ച് നീ അഹങ്കരിക്കുന്ന ഒന്നല്ലേ? നീ എനിക്ക് ഈ പ്രപഞ്ചത്തിൽ അനേക കോടി ജീവികളിൽ ഒന്നും മാത്രമാണ് നീ. എന്താ എന്താണ് ഈ പറയണത്? അടുത്ത സാധനം മുഴുവൻ ആവിയായില്ലോ ചങ്കരട്ടോ. ചങ്കരട്ടോ, ആ ബാക്കി സാധനം എവിടെ നിന്ന്? എന്താണിത്? മണ്ണിന്റെ മാറിലേക്ക് വലിച്ചെറിയുന്ന ഈ മാലിന്യം എന്താണ്? എന്താണിത്? നീയും അറിയണം. ചെവിയോർത്ത് നോക്ക്. കേൾക്കുന്നുണ്ടോ? മണ്ണിന്റെ ശ്വാസം മുട്ടിയ നിലവിളി കേൾക്കുന്നുണ്ടോ? പ്ലാസ്റ്റിക് മാലിന്യം വലിച്ചെറിഞ്ഞും കോൺക്രീറ്റ് ഇട്ട് മൂടിയും മണ്ണിന് വെള്ളവും ശ്വാസവും കിട്ടാതെ പെടയുന്നത് കാണുന്നുണ്ടോ? മണ്ണിന്റെ വിസ്തൃതി വെട്ടിപ്പിടിക്കാൻ മണ്ണിന്റെ മനസ്സറിഞ്ഞ് വിത്തെറിഞ്ഞ മക്കളെ മണ്ണിന്റെ ആഴങ്ങളിലേക്ക് ചവിട്ടി താഴ്ത്തിയ അവരുടെ ദൈവത്തെ, അവരുടെ പ്രാർത്ഥനകളെ മുച്ചോട് മുടിച്ച് ആർത്തിയുടെ അധികാരത്തിന്റെ രക്തബന്ധങ്ങളെ പോലും കൊലപ്പെടുത്താൻ മടിക്കാത്ത തുരയുടെ ലോകം തീർത്ത നാറികളെ കേൾക്കുന്നുണ്ടോ പ്രകൃതിയുടെ തേങ്ങലുകൾ? നിങ്ങൾ മണ്ണിന്റെ ചിരി കണ്ടിട്ടുണ്ടോ? ആ മന്ദഹാസം കണ്ടിട്ടുണ്ടോ? നോക്ക് ഈറൻ മണ്ണിന്റെ പരിമളം ഒരിക്കലെങ്കിലും അറിഞ്ഞിട്ടുണ്ടോ?
വയലിൽക്കാവും മരങ്ങളും വെള്ളിപ്പടക്കുകളും എല്ലാം എല്ലാ സങ്കടങ്ങളും അലിഞ്ഞു പോകും. നന്നായി പ്രാർത്ഥിച്ചാൽ നല്ലത് വരും. എൻ്റെ അച്ഛനും തിരിച്ചു വരും. ഞാൻ എൻ്റെ അച്ഛൻ്റെ കൈ പിടിച്ച് കൂട്ടിനൊക്കെ പോവൂലോ. എത്ര കൊല്ലായി നിന്റെ അച്ഛൻ പോയിട്ട്? ഇപ്പൊ കുട്ടിയച്ഛനല്ലേ ഉള്ളൂ. 3 അനിയന്മാരും 2 അനിയത്തിമാരുമായി. ഇനിയും നിന്റെ അച്ഛനെ നോക്കിയിരുന്നോ? എൻ്റെ പാമ്പുമാര് കൊണ്ടുവരും എൻ്റെ അച്ഛനെ. അവർക്കേ ഊറ്റണം. വരട്ടെ. എന്നാലെങ്കിലും നിന്നെ ഉപദ്രവിക്കുമ്പോൾ വെറുതെ വഴക്കു പറയുമ്പോൾ തടയാൻ ഒരാളെങ്കിലും ഉണ്ടാവുമല്ലോ. പക്ഷേ ഞാനും ഉണ്ടാവട്ടോ നിനക്ക് കൂട്ടായിട്ട്. പോടി, നിന്നെ കൂടെ കണ്ടാൽ കൊല്ലും നിന്റെ വീട്ടുകാർ. ഞങ്ങൾ തീണ്ടിക്കൂടാത്തവരാടി. ഞാൻ കണ്ടിട്ടുണ്ട്. ദൂരേന്ന് നിന്റെ മാമന്മാര് വരുന്നത് കണ്ട എന്റെ കുട്ടിയച്ഛനും അമ്മായിമാരും ഒക്കെ മാറി നിൽക്കണത്. നമുക്ക് ഇവിടെ കാണാലോ. ആരും കാണാതെ ഞാൻ വരും. എടാ, തോടിന്റെ അക്കരെ പാടം പുഞ്ചിരിക്കുന്ന കാഴ്ച കണ്ടോ? എത്ര പൂമ്പാറ്റകളാ. പോടി പൊട്ടി, പാടം പുഞ്ചിരിക്കില്ലേ പിന്നെ? നിനക്കറിയോ ഭൂമി എങ്ങനെയാ പുഞ്ചിരിക്കാന്ന്? ഇല്ല. മണ്ണ് നനഞ്ഞ് കുതിർന്ന് വിത്തുമുള പൊട്ടി ഓരില ഈരില വന്ന് കുഞ്ഞി പൂമട്ട് ഒരു ദിവസം പൂവായി വിരിഞ്ഞ് പുഞ്ചിരിക്കും. അതാണ് ഈ ഭൂമിയുടെ പുഞ്ചിരി. ഹായ്, നിറയെ പൂക്കൾ വിരിഞ്ഞാൽ എന്ത് ചന്താണ് ഉണ്ടാവുക. പാടം പൊട്ടിച്ചിരിക്കും. അതെ, നമുക്ക് പോയി നോക്കാം. ഇപ്പൊ നിന്റെ സങ്കടം മാറി. നീ ഇടയ്ക്കടി ഈ പുഞ്ചിരിക്കരികിൽ വന്നിരിക്കല്ലേ. ഈ ബുക്കിനരികിൽ വന്നിങ്ങനെ കണ്ണടച്ചിരുന്നാൽ എനിക്ക് ചില ചിത്രങ്ങളൊക്കെ കാണാം. അത് അത്ര തെളിച്ചമുള്ളതല്ലെങ്കിലും കാണാം. ഈ ബുക്കിൽ തൊട്ട് ആരെയാണോ സങ്കല്പിക്കുന്നത് അവരുടെ ചലനങ്ങളും സംഭവങ്ങളും ഒക്കെ കാണാം. എന്നിട്ടല്ലേ സ്വന്തം അച്ഛനെ കണ്ടുപിടിക്കാൻ പറ്റാത്തെ? എന്തോ അച്ഛന് വിചാരിക്കുമ്പോൾ മാത്രം മൊത്തം ഇരുട്ടാ. എന്നാൽ എന്നെ ഓർക്ക്. ഞാൻ വലുതായിട്ട് ആരാകും? എന്താടാ എന്താച്ചാലും പറയ്. ഒന്നുമില്ല മുത്തേ. എന്താടാ എന്താച്ചാലും പറയ്. ഒരു കുഴപ്പമില്ലേ എന്താ പറ. മുത്തേ? നിന്നെ ഇറച്ചി വിലയ്ക്ക് വിൽക്കുന്നവരുടെയും ഒരുപാട് പേർ വെറുക്കപ്പെടുന്നവരുടെയും ഭാര്യയാകുന്നു. ഇപ്പൊ തെറ്റിയില്ലേ? നമ്മളല്ലേ കല്യാണം കഴിക്കാൻ പോന്നെ. ഓടി അവിടെ നിന്ന്. ഞാൻ പാട്ട് കേട്ടോ. പുള്ളോത്തി വരുന്നുണ്ട്. നിന്നെ വളർത്തമ്മ. എന്നെ കാണണ്ട. എവിടെ ഒളിക്കാ? എന്തും ഭഗവാനോ കൊളത്തി വച്ച ദീപത്തുമേ തപസുണ്ടെന്റെ ഭഗവാനോ. ഇതാര്? ദേവുട്ടിയോ? ഇവിടെ ഒളിഞ്ഞിരിക്കുക. ഞാൻ കണ്ടുട്ടോ. ഇവിടെ വരൂ. ദേവുട്ടി, രാജന്റെ പാട്ട് കേട്ടിട്ടുണ്ടോ? ഇനി മുതൽ ഇവൻ പാടാൻ പോകുന്നത് ദാ ഇതുകൊണ്ടായിരിക്കും. വാങ്ങു കുട്ടി. ഇത് എനിക്കുള്ളതാണ് കണ്ണമ്മ. ഇത് എന്റെ കുട്ടിക്കുള്ളതാണ്. വായിക്കൂ. അങ്ങനെയല്ല കണ്ണ. വായിക്കൂ. എന്തൊരു കാലമായിരുന്നു അത്. മണ്ണും കറുകയും നോക്കത്താ ദൂരം വയലുകളും കണ്ണീര് പോലെ ജലം നിറഞ്ഞ തോടും കുളങ്ങളും കടന്ന് മണൽപ്പര
എൻ്റെ അപ്പനക്കുള്ള കാര്യം അവിടെ അവിടെ വേറെ കല്യാണം കഴിഞ്ഞ് കുട്ടികളും ഒക്കെ ആയി താമസിക്കുന്നുണ്ടത്രേ. അന്ന് അന്ന് എൻ്റെ ജീവിതം കൂരിരുട്ടിലായി. ഒരു രാത്രി മുഴുവൻ ഈ നാഗത്തറയിൽ കൈവച്ച് പ്രാർത്ഥിച്ച് കിടന്നു ഞാൻ. എന്നെ അങ്ങ് കൊത്തിയെടുത്തുകൊണ്ട് പോവാൻ പ്രാർത്ഥിച്ച് കിടന്നു. മോനെ രാജ കരയല്ലേ? എന്തിനാണ് കുട്ടി കരയുന്നത്? എഴുന്നേൽക്കൂ. നിനക്ക് ഞാനില്ലേ? എഴുന്നേൽക്കൂ മോനെ. നിങ്ങൾക്കറിയോ, എന്നോട് ഈ ലോകത്ത് ഇത്തിരിയെങ്കിലും സ്നേഹവും കരുണയും കാട്ടുന്ന നിങ്ങളാ. എൻ്റെ അച്ഛനും അമ്മയും ഒക്കെ നിങ്ങളാ. അക്കരെ നിന്റെ അച്ഛനെ കണ്ട കാര്യം നിങ്ങൾ എന്നോട് പറഞ്ഞില്ലല്ലോ. കരയല്ലേ കണ്ണ, കണ്ണു തുടയ്ക്കൂ. ഇങ്ങനെ കരയരുത്. നിനക്ക് ഞാനുണ്ട്. നിനക്ക് ഞാനൊരു മന്ത്രം പറഞ്ഞു തരാം. ആ മന്ത്രം ഉരുവിട്ടാൽ കണ്ണടച്ച് മനസ്സിൽ ധ്യാനിച്ച് ആ മന്ത്രം ഉരുവിട്ടാൽ മരിച്ചുപോയ നിന്റെ അപ്പനപ്പന്മാർ വരെ നിന്റെ അരികിൽ വരും. നിനക്ക് എന്തും നേരിടാനുള്ള ധൈര്യം കിട്ടും. ഈ ഭൂമി മുഴുവൻ സർവ്വ സൗഭാഗ്യങ്ങളും കൊണ്ട് നിന്നെ അനുഗ്രഹിക്കും. വരും ഇനി. ഓം നമഃ കാമരൂപിണ്യേ നാഗരാജായ മഹാബലായ സ്വാഹ. ഓം നമഃ കാമരൂപിണ്യേ നാഗരാജായ മഹാബലായ സ്വാഹ. ഓം നമഃ കാമരൂപിണ്യേ നാഗരാജായ മഹാബലായ സ്വാഹ. മോനെ, നീ ഒന്നറിയണം. അക്ഷരങ്ങളിലൂടെയാണ് അറിവിന്റെ ലോകം. അറിവ് മാത്രമാണ് ഈ ലോകത്തെ അതിമനോഹരമായി ചേർത്ത് നിർത്തുന്ന ഒരേ ഒരു വാതിൽ. ഇനി മുതൽ ഇതായിരിക്കണം നിന്റെ അറിവുകൾ. ജ്ഞാനവും ത്രികാല ജ്ഞാനവും കൊണ്ട് നീ നിന്റെ വേദനകൾ മറികടക്കുക തന്നെ ചെയ്യും. ദേശം വടക്കു നോക്കി ഇടത്തോട് പദം പോകും നേരം ചന്തമാം ദേഹം കണ്ടും ചമയവും വടിവും കണ്ടും ധനം ധാന്യം അതിനെ കണ്ടും മുൻമുതൽ നമ്മൾ കണ്ടും ഉചിതമാം വാക്കു കിട്ടും മയമുടെ ഗുണങ്ങൾ കണ്ടും പറ്റിൻ ദേഹം കൊണ്ടും വരത്തോട് വൃത്തം കണ്ടും കർമ്മതം നിലകൾ കണ്ടും ഉള്ള കണ്ണീരും നാവേറും രാപ്പനിയും മുടിവും പൊളിവും മരണവും ഉച്ചാടനവും മോഹനവും സ്തംഭനവും ഒഴിഞ്ഞു പോക 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 സ്വാഹാ ഗുരുകാരോടി സ്വാഹാ ഗുരുകാരണന്മാരെ സ്വാഹാ അപ്പനപ്പൂപ്പന്മാരെ കാരണഭൂതരെ സ്വാഹാ.
സർപ്പങ്ങൾ 100 പാലും സേവിച്ച് നാട്ടിൽ നന്മകൾ കൊയ്തു. കുഞ്ഞുങ്ങളുടെ ദീനങ്ങൾ മാറി വയലുകൾ 100 മേനി കൊയ്തു. കാലവർഷം മണ്ണിൽ വിരിച്ച ഹർഷങ്ങൾ 10,000 പൊലിച്ചു. കാലം സർപ്പത്തെ പോലെ ഇഴഞ്ഞു നീങ്ങി. ഇതുപോലെ ഒരു കന്നിമാസത്തിലെ ത്രിസന്ധിയിൽ അവൾ നാഗത്തറയിൽ വന്നു. കണ്ണുകൾ കരഞ്ഞു കലങ്ങിയിരുന്നു.
അന്തികാരശ അങ്ങോട്ട് ചെയ്യാ. ഓ എന്തേ മനസ്സിലായില്ലാന്നുണ്ടോ? ഓ അങ്ങനെ പക്ഷെ എതിർക്കും. അതിലൊരു സംശയം വേണ്ട. ഇനിയിപ്പോ എന്തൊക്കെ ഉണ്ടാവാന്ന് എനിക്കൊരു നിശ്ചയമില്ല തമ്പുരാനെ. അങ്ങനൊക്കെ ഉണ്ടായിച്ച എന്താ ചെയ്യേണ്ടതെന്ന് നോൻ പ്രത്യേകം പറഞ്ഞു തരേണ്ടതുണ്ടോ? ഏതെന്നേരെ ചാവറക്കിയത് പുതിയതൊന്നും അല്ലല്ലോ. ഇനിയിപ്പോ നാട്ടുകാർക്ക് അതിർത്തി ഇടിച്ച ഒരു അമ്പലം കൂടി പണിയുക, പ്രതിഷ്ഠ വെക്കുക, വിരിയാം വണ്ണം പൂജിക്കുക. കേശവ, നമുക്കൊന്ന് വിശ്രമിച്ചിട്ടായാലോ? ഇല്ലേ? ചെല്ലം കിട്ടിയില്ല. എന്താ ഒരു മുഖസ്ത്രീ? നമുക്ക് വിശ്രമിക്കാൻ തിടുക്കായിരിക്കണോ കേശവന്മാരെ? അത്താഴം കഴിച്ചിട്ട് തമ്പുരാൻ ആദ്യം ഒന്ന് വിശ്രമിക്കാം, എന്നിട്ട് അത്താഴം. അത് കഴിഞ്ഞിട്ട് ഒന്നുകൂടെ ഒന്ന് വിശ്രമിക്കാലോ, സമയമുണ്ടല്ലോ. സുസ്ഥിപ്രജാഭ്യാം പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീശ ഗോ ബ്രാഹ്മണേഭ്യ സുഖമസ്തു നിത്യം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. സന്തോഷായില്ലേ കേശവന്മാരെ? കൂട്ടച്ചാവിന് ഒരു കുടം കള്ള് വെച്ചേ, പണ്ടാരച്ചാവിന് വരുന്നും വെച്ചേ, കിഴക്കുതിമാന പടിഞ്ഞാട്ടസ്തമന തെക്കുതേലാവി വടക്ക് മാവേലി നക്ഷത്രം വിളക്കാകായം പന്തല് 1008 കതിരറ്റ ബന്ധം ജാവേ. അവന്റെ ഒരു പൂജ അടിച്ചു പൊളിക്കണ കൂടത്തുള്ള കുറെ പേരും മര്യാദക്ക് ഇവിടെയുള്ളവരൊക്കെ പോയില്ലെങ്കില് ജീവനോടെ കാണില്ല. എന്റെ മണ്ണും എന്റെ ചാവ് പരമ്പരകളും മധ്യുറങ്ങുന്ന മണ്ണാണിത്. എന്റെ നാഗദേവങ്ങളും ഈ കയറനും മുണ്ടിനും നല്ല വിളിക്കുന്ന മണ്ണാണിത്. മുടിഞ്ഞു പോവും ഈ മണ്ണും ജലവും വായുവും. ഇതിൽ കണ്ടു വെക്കരുത്. മടങ്ങിപ്പോ. നിന്നെ പണ്ട ഞാൻ പറഞ്ഞെടുക്കും. നിൽക്കാതെ അവനവന് പറഞ്ഞ പണി ചെയ്താൽ മതി. ഇങ്ങനെ ഒരു സന്തതി ഞങ്ങളുടെ ഈ കുടുംബത്തിൽ വേണ്ട. തുടർന്ന് രാജാവാണ് ഞാൻ, നാഗരാജാവ്. കാണണോ കാണണോ നാഗരാജാവിനെ?
സ്വയം പീഡയുടെ കടുത്ത ഇരുളിലേക്ക് ഞാൻ അലിഞ്ഞു ചേർന്നു. മനുഷ്യരെ കാണുന്നത് എനിക്ക് കലിയായി. മനുഷ്യരാരും എന്നെ കണ്ടില്ല. പിതൃക്കളോടും ഇരുളിനോടും ഭൂമിയുടെ ഉദ്ഭവം മുതൽ കഠിന തപസിലാഴ്ന്ന മാനം നോക്കിക്കിടക്കുന്ന ശിലാശിഖരികളോടും വൻവൃക്ഷങ്ങളോടും ഗുഹാന്തർഭാഗത്തെ ഓംകാരമുഴക്കത്തിൽ ലീനമായും പൂജിച്ചും കർമ്മഫലങ്ങൾക്കൊപ്പം കാലം അങ്ങനെ കടന്നുപോയി. അശ്രീകരം പിടിക്കാൻ നിന്റെ വൃത്തികെട്ട ഓരോ കേട്ട് പല്ല കളിക്കും ഇറങ്ങിപ്പോയാലെന്ന് വിചാരിക്കാൻ നാശം പിടിക്കാനായിട്ട്. എടിയേ അതിന്റെ തൊള്ളയിൽ വല്ല തുണിയാ പഞ്ഞോ അതാ തിരികടി നാശം. ആശ്രീകരം പിടിച്ചത് ചെയ്ത പാപങ്ങൾക്ക് ശാപം പേരേണ്ടി വരിക സ്വന്തം മക്കളായിരിക്കും. അതോ ഇനി അറിയില്ലെന്നുണ്ടോ? ആര് മക്കളാ? ആരുടെ? ഹെ, ഈ പാമ്പിനെ പോലെ ഇഴഞ്ഞു നടന്ന് വായിക്കൂടെ വെള്ളവും ഒലിപ്പിച്ച് പേന്ന് നിലവിളിച്ച് ഇഴഞ്ഞു നടക്കണ ഈ നശൂലം പിടിച്ച ജന്തു എന്തെയ്യാ? അത് കൊള്ളാലോ. ഫു. എടീ, ഇത് തല വട്ടം കണ്ടാ പിന്നെ വരവുണ്ടോ ഇത് തന്ത? ഉവ്വാ. ഹെ, ഓരോരോ നശിച്ച ആചാരങ്ങൾ. ആചാരങ്ങൾ പാലിക്കുക. ചോദ്യങ്ങൾ ചോദിക്കരുത്. ആർക്ക് വേണ്ടി ആരുണ്ടാക്കി എന്നൊക്കെ ആലോചിച്ച ചിലപ്പോ മനുഷ്യനായി പോയാലോ. അതുകൊണ്ട് ശബ്ദം കുറച്ച് ജീവിക്കുക. എന്നിട്ട് ബന്ധണ്ടായേ സർപ്പക്കാവ് ഓടിപ്പിച്ചു, ക്ഷേത്രപ്രതിഷ്ഠ നടത്തി, എന്നിട്ട് വല്ല കാര്യം ഉണ്ടായോ? അനിഷ്ടങ്ങളല്ലേ ഉള്ളൂ. ഹെ, എങ്ങനെ കാണാതിരിക്കും? എതിർക്കാൻ ശേഷിയില്ലാത്തവരുടെ മണ്ണും മാടങ്ങളും ദൈവങ്ങളും വിയർപ്പും പറിച്ചു കളയാൻ നോക്കിയാൽ നടക്കുമോ? നടക്കും, നടത്തിയിരിക്കും. ഹെ, എടീ, ഇങ്ങട് നോക്കുക. തന്ത്രി പൂജിക്കാൻ നട തുറക്കുമ്പോ അവിടെ എന്തൊക്കെ സാധനങ്ങളാ കണ്ടതെന്ന് അറിയോ നിനക്ക്? എന്നാ കേട്ടോ. ചേമ്പ്, കാച്ചിരി, ഉഴുക്ക്, കള്ള്, തവിട്, പിന്നെ മാംസം. ഇതൊക്കെ പോരാഞ്ഞിട്ടോ ചുട്ട മീനും. ഇതൊക്കെ വെച്ച് പൂജിച്ച് ക്ഷേത്രമാകെ അശുദ്ധാക്കിയിരിക്കണു. അതിന്റെ അനിഷ്ടങ്ങളാണ് ഈ കണ്ടു വരുന്നത് മുഴുവനും. പൂജയല്ലേ? അത് ഓരോരുത്തർ അവരവരുടെ വിശ്വാസങ്ങളിൽ ജീവിച്ചും പൂജിച്ചും പോകട്ടെ. അതിൽ കയറി ഇടപെടുമ്പോഴല്ലേ അനിഷ്ടങ്ങൾ സംഭവിക്കുന്നത്. ഇടപെടും. ഇതെന്നെ തീർച്ചയാക്കിയിട്ടുള്ള വേറെ കാര്യമുള്ളൂ. അക്കരെ നിന്ന് കുറച്ച് തല്ലുകാരെ വരുത്തണം. സൂര്യ നമ്പൂതിരിപ്പാടിനെ ഞാൻ വിവരം അറിയിച്ചിട്ടുണ്ട്. ഈ കേശവൻ നായർ ഇവിടെ ഉള്ളപ്പോ ഇവിടെ ഒരു പുല്ലും നടക്കില്ല. ഇനി എന്തൊക്കെ വന്ന് നീ കണ്ടോടി. വാക്കോടത്തമ്മ ദേവി, ഇനി ഇവിടെ എന്തൊക്കെയാണാവോ നടക്കാൻ പോകുന്നത്? അടിയങ്ങളെ പരീക്ഷിച്ച് മതിയായില്ലെന്നുണ്ടോ? പേടിയാവുന്നു. അയ്യോ, എന്റെ കുട്ടി. നാശം. നിന്റെ ഓത്ത കാട്ടിട്ട് പോയാ വിചാരിക്കാം. ആ ചാമ്യ, നീ വന്നൂലേ? കാര്യണ്ട്. ചാമ്യ, ഇങ്ങട് വാ. ഇങ്ങട് കേറി വാ. ഇതെന്താ സാധനം? ഇത് എഴുത്താണിയല്ലേ? ഇത് ആരുടെയെങ്കിലും കയ്യിലതായിട്ട് എവിടെയെങ്കിലും വെച്ചിട്ട് കണ്ടതായിട്ട് ഓർക്കുന്നുണ്ടോ?
ഞാൻ മരിച്ചുപോയി എന്ന് കരുതുന്നവരുടെ കൂട്ടത്തിൽ നീയുണ്ടോ ദേവു? അയ്യോ ഇല്ല, എവിടെയോ എവിടെയോ സ്വസ്ഥതയോടെ കൂടെ ജീവിക്കുന്നു എന്ന സമാധാനായിരുന്നു എനിക്ക്. ആരെങ്കിലും കാണും മുമ്പ് വേഗം പോകാൻ നോക്കൂ രാജാ. ഇനി എന്നെ കാണില്ല ആരും. പോകുന്നതിന് മുമ്പ് എനിക്കൊരു കടക്കൂടി തീർക്കാനുണ്ട്. ഈ ജന്മത്തിൽ ബാക്കിയായി. അറിഞ്ഞുകൊണ്ടല്ലെങ്കിലും വലിയൊരു ശാപം ഏറ്റുവാങ്ങേണ്ടി വന്നൊരു അമ്മയാണ് നിന്നെ അതിൽ നിന്നും മോചിപ്പിക്കണം ദേവ്. നീ എന്തൊക്കെയാ രാജാ ഈ പറയുന്നത്? ആരെങ്കിലും കടന്നു വരും ഇപ്പോ. വേഗം പോയിക്കോളൂ. ഞാൻ പോവാം. പക്ഷേ ഞാൻ പോകുമ്പോ നിന്റെ കുഞ്ഞിനെയും കൂടി ഞാൻ കൊണ്ടുപോവുകയാണ്. സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും ആരോരും ഇല്ലാതെ ഇനി എന്നെ പോലെ ഒരാൾ കൂടി ഇവിടെ വേണ്ട ഈ ഭൂമിയിൽ. ഈ ഉരക ജീവിതം ജീവിച്ചു തീർക്കാൻ. അതുകൊണ്ട് ഞാൻ എടുക്കുകയാണ് അവനെ. പകരം തരാൻ ഞാൻ ചങ്ക് പൊട്ടി വീട്ടിയ ഈ നാഥ തന്ത്രിണി മാത്രമേ എനിക്കുള്ളൂ. ഇതിനി നിനക്കുള്ളതാ. ഇതാ. ഞാൻ പറയുന്നത് നിനക്ക് വിശ്വാസമായില്ലേ ദേവു? എന്നാൽ ഈ രാത്രി എന്റെ ജീവിതത്തിലെ അവസാനത്തെ രാത്രിയായിരിക്കും. നാളെ ചന്ദ്രോദയത്തിന് 4 നാഴിക മുമ്പ് ഞാൻ കൊല്ലപ്പെടും. നിന്റെ കുഞ്ഞിനെയും കൂടി ഞാൻ എടുക്കുകയാണ്. അല്ല, അവന്റെ എഴുത്താണി ക്ഷേത്രത്തിൽ മറന്നു വെച്ചിട്ടുണ്ട്. ചാമിമൂപ്പൻ അത് കണ്ട് അത് അവന്റെ തന്നെയാണെന്ന് പറഞ്ഞിരിക്കണം. എങ്കിൽ സൂക്ഷിക്കണം. അവൻ വലിയ അഭ്യാസിയാണ്. ആദ്യം നീ അവന്റെ കൈ രണ്ടും പുറയിലോട്ട് പിടിച്ചു കെട്ടണം. ബാക്കി കാര്യം ഞാനേറ്റു. കൊല്ലാനാ മൂത്താരി പറഞ്ഞത്. കൊല്ലുന്ന കാര്യം ഞാനേറ്റു, നീ പേടിക്കണ്ട. അവര് വരുന്നതിന് മുന്നേ അവര് പുലർച്ചെ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് വേഗം പണി തീർക്കണം. അവന്റെ ഇന്ന് തന്നെ തീർക്കണം പണി. ചോര കാണാതെ ഊരിയ കത്തി ഉറയിൽ വെച്ച ചരിത്രമില്ല. അയ്യോ, തമ്പുരാനല്ല വരുന്നത്. ഇനിയിപ്പോ എന്ത് പറയും നമ്മളവരടുത്ത്? എങ്കിൽ ഇന്നും അവൻ രക്ഷപ്പെടും. അയ്യോ, കൂടെ കേശവനായനും ഉണ്ടല്ലോ. പെട്ടു. എന്താണ് കർമ്മം അങ്ങോട്ട് നടന്നിട്ടില്ലാന്ന് തോന്നിക്കണൂലോ. നമ്മുടെ വരവ് അങ്ങോട്ട് വാഴായോ? തമ്പുരാൻ, അവൻ ഇതുവരെ ഈ വഴി വന്നിട്ടില്ല. എടാ, ഉള്ളോടത്തോ പോയി കൊത്തിക്കൊണ്ട് വാ.
ചന്ദ്രോദയത്തിന് ഇനിയും നാഴികകൾ ബാക്കി. മീനിനെ വെള്ളത്തിൽ എറിഞ്ഞു കൊല്ലുന്ന പോലെ എന്നെയും മണ്ണിൽ താഴ്ത്തി കൊല്ലുക. എന്താ കേട്ടവന്മാരെ, സമയായില്ലോ? നിങ്ങളോടൊക്കെ ഇനി പ്രത്യേകം വർത്തിക്കേണ്ടതുണ്ടോ ഏഭ്യന്മാരെ? മോക്ഷപ്രാപ്തിക്ക് ശേഷം രണ്ടാൾ താഴ്ചയിൽ കുഴിച്ചിടുക ഈ ജഡത്തെ. അവന്റെ വേദന കേട്ട് നിൽക്കുന്ന പക്ഷി കൊല്ലനാണ്. നിങ്ങളെ കാണുമ്പോൾ നിങ്ങളുടെ ദൈവങ്ങളാണ് എനിക്ക് ഓർമ്മ വരുന്നത്. നിറയെ കൈകളും ആയുധങ്ങളുമായി ഒരു മനുഷ്യന്റെ നെഞ്ചിന് നേരെ ഓങ്ങി നിൽക്കുന്നവർ. ഈ ദൈവനിഷേധിയെ മാറ്റുള്ള തമ്പുരാനെ അരിഞ്ഞ് കളയുന്നതാണ്. ദൈവനിഷേധമല്ല തമ്പുരാനെ, ഇതാണ് ദൈവസങ്കല്പം. ഈ ഭൂമി, ജലം, അഗ്നി, വായു ഇവയെല്ലാം പ്രാർത്ഥനയോടെ ഹൃദയത്തിലേക്ക് ആവാഹിക്കുക. ഈ പ്രകൃതിയെയും പ്രപഞ്ചത്തെയും നിയന്ത്രിക്കാൻ ശേഷിയുള്ള ദൈവങ്ങൾക്ക് എന്തിനാണ് തമ്പുരാനെ ആയുധങ്ങൾ? എന്തിനാണ് തമ്പുരാനെ അമ്പം വില്ലും? ഇതെല്ലാം നിങ്ങൾക്കല്ലേ വേണ്ടത്? അധികാരത്തിന്റെ ഭ്രാന്തമൂത്ത മനുഷ്യന് കുട്ടിയച്ചാ, ഒരു കവിൾ കഞ്ഞിക്കും കൂരയ്ക്കും വേണ്ടി സമൂഹത്തിന് ഒറ്റുകൊടുത്ത എന്താ കേശവൻ കാണിച്ചേ? ഇതുകൊണ്ടൊന്നും തീരില്ല തമ്പുരാനെ. ഈ മഴവും പാടവും ആയുധങ്ങളും കഴിഞ്ഞാൽ ഈ രാജ്യമാകെ തീമഴ പെയ്യിക്കാനുള്ള ആയുധങ്ങളുമായി ഇനിയും ദൈവങ്ങൾ അവതരിക്കും. ഈ ഭൂമിയെ തന്നെ അനേകം തവണ ചാമ്പലാക്കാൻ ശേഷിയുള്ള ദൈവങ്ങൾ. ഒടുവിൽ സകലം മനുഷ്യരെയും കൊന്നു തള്ളാൻ ആയുധശേഷിയുള്ള ദൈവങ്ങൾ. കുറച്ച് വെള്ളം താടി പ്രഭേ. എന്തൊക്കെ ദുസ്വപ്നങ്ങൾ കണ്ട് പേടിച്ചു പോയടി പ്രഭേ. ഇന്നലെ പറഞ്ഞത് ഓർമ്മണ്ടല്ലോ, ഞാൻ അറിയില്ലാത്തോളേ. മഞ്ഞപ്പൊടിയും ഉപ്പും വെളിച്ചെണ്ണയൊക്കെ തിരുമ്പി തേച്ചിട്ടാണ് ഇന്ന് കാലത്തിന് ഒരു പൊടി വള്ളച്ചോറ് നിന്ന്. കൈ എന്ത് നീട്ടിലറിയോ? ഇത് ഞാൻ എന്താ ചെയ്യാന്ന് പറഞ്ഞല്ലേ. പിന്നെ ഈ പൊള്ളവും പൈപ്പിലൊന്നും നമ്മളെ കുത്തില്ല. പണി ഉണ്ടാക്കി നോക്കാം. എന്റെ ചങ്കരത്തോ, ഇനി നിങ്ങളെ കാലത്ത് പ്രായമില്ലല്ലോ. ഇതിപ്പോ ഞാൻ നിങ്ങളെ ഈ കൊട്ടേന്റെ വണ്ടി പങ്കാളികളെയോ ആ ചെക്കൻ നേര് പറഞ്ഞില്ലല്ലോ. എന്ത് ചെയ്യാൻ ഉണ്ടാകുന്നത്?
നോക്കി ചിരിച്ചു നിൽക്കുകയാണ്. ഒത്തുചേരലിന്റെ സുഗന്ധം പരത്തി കാറ്റിൽ കഥ പറഞ്ഞു. അതങ്ങനെ ഇവിടെ ഉണ്ടാകും, ഇനിയും ഉണ്ടാകും. നിങ്ങൾ എന്തൊക്കെ തുമ്പില്ലാത്ത വർത്തമാനങ്ങളാ പറയുന്നത്? ഇന്നലെ നമ്മൾ ഇവിടെ പണിയെടുക്കുമ്പോ കാക്കയ്ക്ക് ഇരിക്കാൻ തണലില്ലായിരുന്നു ഇവിടെ. ഇത് നോക്ക്, മനുഷ്യൻ വെയിൽ കൊടുത്ത് ആകെ ഇട്ട് പറഞ്ഞിരിക്കുന്നു. ഈ മരങ്ങളെ ഒന്ന് കാറ്റിനോട് കാതോർത്ത് നോക്ക്. ശരിയാണ് ചങ്ങരട്ടാ, ഒരു കിളിയാണ് വാരിപ്പോയിട്ടുണ്ട്. കിളിയല്ലടാ, ശലഭം, ചിത്രശലഭം. ഒരു പൂവിൽ നിന്നും അത് പറന്ന് പറന്നു പോയത് കണ്ടോ നീ? ഒരു ഇതൾ പോലും ഉലയാതെ, ഒരു ഇലയെ പോലും വേദനിപ്പിക്കാതെ പറന്ന് പറന്നു പോയത് കണ്ടോ? ശരിയാ, മനുഷ്യർ ഈ ഭൂമിയിൽ ജീവിച്ചു മടങ്ങുമ്പോ ഇങ്ങനെയാണെങ്കിൽ എന്ത് മനോഹരായിരിക്കും. പക്ഷെ ശങ്കരട്ടാ, നമ്മളൊക്കെ കാട്ടുന്നോ? ഇനി എന്റെ പ്രാർത്ഥന മനുഷ്യന്റെ നെഞ്ചത്തേക്ക് വില്ല് കുലച്ചു നിൽക്കുന്ന ദൈവങ്ങളോടല്ല വേലൂക്കെ. ബോംബുകൾ വർഷിച്ച് ഒരു ജനതയെ, അവരുടെ സ്വപ്നങ്ങളെ, കുഞ്ഞുങ്ങളെ ചാവറകളാക്കി അടക്കുന്ന ഈ ദൈവങ്ങളോടുമല്ല, ഈ മണ്ണിനോടാണ്. ഈ മണ്ണിനോട് സൗഹൃദത്തിന്റെ വിത്തുകൾ മുളച്ചു വരുന്നു. ഈ മണ്ണിനോട്, ഈ മണ്ണിനോട്. രാജ, നിനക്കറിയോ ഭൂമി എങ്ങനെയാ പുഞ്ചിരിക്കാന്ന്? ഇല്ല, പോടി പൊട്ടി, ഭൂമി ചിരിക്കല്ലേ പിന്നെ. ചിരിക്കോടാ, എങ്ങനെയെന്നറിയോ? മണ്ണ് നനഞ്ഞ് കുതിർന്ന് വിത്ത് മുളച്ച് ഈരില വന്ന് ഒരു ദിവസം പൂവായി വിരിയും. പാടം നിറയെ അങ്ങനെ പൂക്കൾ കൊണ്ട് ഭൂമി ചിരിക്കും, പൊട്ടിച്ചിരിക്കും. ഒരു ചിത്രശലഭം പൂവിൽ വന്നിരുന്ന് മടങ്ങുന്ന കാലം. അത്രയും ചെറിയ ജീവിതം അത്രമേൽ മനോഹരമായി മണ്ണിനെയും മനുഷ്യരെയും നോവിക്കാതെ ജീവിച്ചു മടങ്ങാൻ നമ്മൾക്ക് കഴിഞ്ഞെങ്കിൽ, ആയുധങ്ങൾ മൂർച്ച കൂട്ടി തീമഴ പെയ്ച്ച് ചാവറകൾ തീർക്കുന്ന തുലയുടെ ലോകം എന്നേക്കുമായി ഇല്ലാതായി